ഇത്തവണ ബീഹാറിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് ഉറച്ച പ്രതീക്ഷയുണ്ടെന്നാണ്, കോൺഫിഡൻസ് ആണെന്നാണ് RJD നേതാവ് തേജസ്വി യാദവ് പറയുന്നത്. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, കുടിയേറ്റം തുടങ്ങിയവയ്ക്കെതിരെയാണ് പോരാട്ടം. നിലവിലെ സർക്കാരിൽ ജനങ്ങൾ അസംതൃപ്തരാണ്. സാമ്പത്തിക നീതി നടപ്പാക്കാനാണ് താൻ ശ്രമിക്കുന്നതെന്നും തേജസ്വി യാദവ് 24നോട് പറഞ്ഞു. 24 ബിഗ് എക്സ്ക്ലൂസീവ് വിനീത വിജി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. तेजस्वी यादव 24 ചേരുകയാണ്. സർ, ബിഹാർ अभी टोटली इलेक्शन का मूड है, कितना कॉन्फिडेंट है आपको? Now we are very confident. This time we're gonna make the government, and my fight is with the बेरोजगारी, unemployment, महंगाई और पलायन. जो लोग बिहार के बाहर जो लोग जा रहे हैं, महंगाई, बेरोजगारी, पलायन, ये सबसे बड़ा इशू है और इससे हम लोगों को लड़ना है. तो हम लोगों ने अपने विजन को हम लोगों ने साफ साफ जो है सरकार के ही नहीं बल्कि जनता के सामने हम लोगों ने रखा है. और हम लोगों के पास विजन है. सरकार में जो लोग बैठे हैं, दे आर विजनलेस पीपल. दे कॉपिंग माई आइडियाज, दे बीन इम्प्लीमेंटिंग माई आइडियाज. तो पीपल ऑफ बिहार, दे नो, दे सोशली एंड पॉलिटिकली दे आर वेरी अवेयर. They know and they in a mood to change the government right now. In 20 years, Bihar is the poorest state. Crime सबसे ज़्यादा बिहार में है. Corruption सबसे ज़्यादा बिहार में है. People, they are very angry with the current government and they want to change the government. Actually, Bihar faces a lot of issues in developments, job. Yeah, that's a big issue. We have to do economic justice, and this is the era. And I've been trying to implement that. In last, when I was deputy chief minister for 17 months, I have given 5 lakh jobs to people, and 4,50,000 Niyojit Shikshak we did permanent to them. So we've been fighting against this corruption, crime, and unemployment. We want to make Bihar in top state of the country. Sir, and have any confusions in Mahagathbandhan? Now there's no confusions. Tomorrow everything will be coming out to the. I think the more 6 seat you are fighting for. It's a strategically decision has been taken by us. Is this friendly fighting? Those friendly fight on 6 seats. It's strategical. You are very confident. Yeah, very much. Thank you. അദ്ദേഹം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. മഹാഗഠബന്ധൻ, മഹാസഖ്യത്തിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കും. ചില രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ അതുള്ളത് കൊണ്ട് തന്നെയാണ് അത്തരത്തിലേക്ക് ഒന്നിച്ച് മത്സരിക്കാനൊക്കെയുള്ള തീരുമാനം. ഏതാണെങ്കിലും അക്കാര്യങ്ങളൊന്നും തന്നെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് തേജസ്വി യാദവ് വ്യക്തമാക്കിയിരിക്കുന്നത്. പട്നയിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത വിജി, 24. ബീഹാറിൽ നിന്ന് വിനീത ഏറ്റവും പുതിയ വിവരങ്ങൾ ചേരുന്നു. വിനീത, ഏജീസ് ഗുഡ് മോർണിംഗ്. ഏജീസ് ജസ്റ്റ് എ നമ്പർ എന്നാണ് പറയുന്നതെങ്കിലും തേജസ്വിക്ക് പ്രായം 35 ഉള്ളൂ. 35കാരൻ അവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുകയാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവണം ബീഹാറിലെ. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി. എനിക്ക് തോന്നുന്നത് തേജസ്വിക്ക് 39 ആണോ എന്നൊരു സംശയം കൂടിയുണ്ട്. ഏതാണെങ്കിലും അങ്ങനെ തന്നെയാണ്, വലിയ ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹം നമ്മളോട് സംസാരിച്ചപ്പോഴും പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മഹാസഖ്യത്തിൽ ഇതിനോടകം തന്നെ നിരവധി പ്രശ്നങ്ങളുണ്ട്, നിരവധി ആശയക്കുഴപ്പങ്ങളുണ്ട് എന്നൊക്കെയുള്ള ചില റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അടിസ്ഥാനരഹിതമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത്തരത്തിലേക്കുള്ള ഒരു ആശയക്കുഴപ്പവും ഇപ്പോൾ ഈ സഖ്യത്തിനുള്ളിൽ ഇല്ല എന്നാണ് പറയുന്നത്. ചില കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ തന്നെ ഇന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും ഉറപ്പായും മഹാസഖ്യം സർക്കാർ ബീഹാറിൽ രൂപീകരിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ 20 വർഷമായി ബീഹാർ കടുത്ത ദാരിദ്ര്യം നേരിടുന്നുണ്ട്. വലിയ വികസനങ്ങളൊന്നും തന്നെ ബീഹാറിൽ എത്തിയിട്ടില്ല. ബീഹാറിലെ ദാരിദ്ര്യത്തിനും കുടിയേറ്റത്തിനും തൊഴിലില്ലായ്മയ്ക്കും എതിരെയാണ് തന്റെ പോരാട്ടം എന്നാണ് ഇന്നലെ നമ്മളുമായി സംസാരിച്ചപ്പോൾ തേജസ്വി യാദവ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ 6 സീറ്റുകളിലാണ് മഹാസഖ്യത്തിലെ സ്ഥാനാർത്ഥികൾ, അത് RJDയും കോൺഗ്രസും തമ്മിൽ പരസ്പരം മത്സരിക്കുന്നത്. ആ കാര്യം നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കം എന്നാണ് പറയുന്നത്. ഏതാണെങ്കിലും ആ തന്ത്രം എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. അതേസമയം ഇന്ന് ഒരു മഹാസഖ്യത്തിന്റെ നേതാക്കളുടെ ഒരു വാർത്താ സമ്മേളനം കൂടി വിളിച്ചിട്ടുണ്ട്. ഇന്നലെ രാവിലെയോടുകൂടി
വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ തേജസ്വി യാദവിനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമോ എന്നൊക്കെ ചില റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. അക്കാര്യങ്ങളൊക്കെ തന്നെ കാത്തിരുന്നു കാണേണ്ടി വരും. ഇതിനോടകം തന്നെ RJD പറയുന്നുണ്ട് തേജസ്വി യാദവ് തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് അക്കാര്യത്തിൽ ഇനിയും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല. മഹാസഖ്യം അത്തരത്തിലേക്ക് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല. പക്ഷേ മറ്റ് ഇടത് പാർട്ടികളൊക്കെ നമ്മളുമായി സംസാരിച്ചപ്പോഴും അവർ പറയുന്നത് തേജസ്വി തന്നെയാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ്. അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കണം എന്നൊരു ആവശ്യം നേരത്തെ തന്നെ RJDക്കുള്ളിൽ ചില നേതാക്കളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണെങ്കിലും ഈ മഹാസഖ്യത്തിലെ പ്രശ്നങ്ങളൊക്കെ ഇന്നുകൊണ്ട് പരിഹരിക്കപ്പെടുമെന്നാണ് നേതാക്കൾ പറയുന്നത്. അങ്ങനെ പരിഹാരം ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഹാഷ്മി, വിനീത, ദിനേശ് ഹരിപ്പടി വയ്ക്കുന്നുണ്ട്. വിനീത ഇതുവരെ ഹിന്ദി പഠിച്ചില്ലേ? കുറെ നാളായി ഡൽഹിയിലല്ലേ? വിനീത, ആപ്കാ ഹിന്ദി കൈസാ ഹൈ? വിനീത നല്ല ഹിന്ദിയിലാണല്ലോ തേജസ്വി യാദവിനോട് ചോദ്യം ചോദിച്ചത്. എനിക്ക് തോന്നുന്നു ദിനേശ് ഹരിപ്പാട് ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടെ തേജസ്വി യാദവ് വിനീത പലായനിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ. അപ്പൊ ബീഹാറിൽ നിന്നൊക്കെ ഒരുപാട് പേര് കേരളത്തിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അവരിനിയും ബീഹാറൊക്കെ അങ്ങ് ഉന്നതിയിലേക്ക് കൊണ്ടുവന്നു കഴിയുമ്പോൾ കേരളത്തിലേക്ക് ഇനി ആൾ വരുമോ എന്നുള്ള ചോദ്യമൊക്കെ ഉയർത്തുന്ന രീതിയിലാണ്. കഴിഞ്ഞ 20 വർഷത്തിന് മുമ്പ് ബീഹാർ വളരെ നല്ല സ്ഥിതിയിലായിരുന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ കണക്കുകളും കാര്യങ്ങളൊക്കെ നമുക്കും അറിയാമല്ലോ അല്ലേ? തീർച്ചയായും ക്രിസ്റ്റീന, ബീഹാറിലേക്ക് വരുമ്പോൾ ഒരു നമ്മളുടെ ഡൽഹിയിലുള്ളത് പോലുള്ള ഒരു നോർമൽ ഹിന്ദി അല്ല. ഇവിടെ ആളുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത് ഭോജ്പുരി ഭാഷയാണ്. അതും നമ്മൾ സംസാരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മലയാളം തന്നെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ വിവിധ രീതികളിലാണ് സംസാരിക്കുന്നത്. തെക്കും വടക്കും ഒക്കെയായി വലിയ വ്യത്യാസമുണ്ട്. അത്തരത്തിലേക്കുള്ള ഒരു വ്യത്യാസം തന്നെയാണ് നമ്മൾ ഈ ബീഹാറിലേക്ക് വരുമ്പോൾ നമുക്കും കാണാൻ കഴിയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പട്ന ഉൾപ്പെടെയുള്ള മേഖലകളിലാണ്. ഇവിടെയൊക്കെ വലിയ രീതിയിൽ ഈ ഭോജ്പുരി ഭാഷയുടെ ഒരു മിക്സ് കൂടി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കുറച്ച് നോർത്ത് ഭാഗങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഈ പട്നയിൽ സംസാരിക്കുന്ന ഹിന്ദി അല്ല, ആ ഹിന്ദി സംസാരിക്കുന്നതിനും അതിന്റെ ഒരു ഒഴുക്കിനും ഒക്കെ വലിയ വ്യത്യാസം കൂടി ഉണ്ട്. കറക്റ്റാണ്. എന്ന് പറഞ്ഞാൽ ബീഹാറിന്റെ പല ഭാഗങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ഇത് ഹിന്ദി തന്നെയാണോ എന്ന് തോന്നുന്ന പോലെ വലിയ ഭാഷാഭേദം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാസർഗോഡ് ചില ഉൾമേഖല ഇപ്പോൾ പെട്ടെന്ന് പിടികിട്ടില്ല എന്ന് പറയുന്നത് പോലെ ഹിന്ദി തന്നെയാണോ എന്ന് സംശയമുള്ള ചില ഭാഷാഭേദങ്ങൾ ബീഹാറിലുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.